Hello, hi, welcome to my channel, Safety Truck. അപ്പോൾ ഇന്ന് സേഫ്റ്റി ട്രക്ക് എന്ന ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് സ്ഥലമല്ല, ഒരു പാക്കേജിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നിങ്ങൾ ടൂർ പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ റെസ്റ്റ് ഹൗസ്, റിസോർട്ടുകൾ, PW റെസ്റ്റോറൻറ്റ്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സ്ഥലമെന്ന് പറയുന്ന ഇടിമുഴങ്ങാൻ നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പാക്കേജിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. തെന്മല എക്കോ ടൂറിസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു പാക്കേജാണ് ഇടിമുഴങ്ങാൻ നൈറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പല സ്ഥലത്തേക്കും താമസിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് തരുന്നൊരു പാക്കേജാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ പാക്കേജിനെ കുറിച്ച് പറയാം. ഈ പാക്കേജ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വെബ്സൈറ്റ് വഴി നമുക്ക് അവരുടെ നമ്പർ കിട്ടും, കോൺടാക്ട് നമ്പർ കിട്ടും. തെന്മല എക്കോ ടൂറിസ്റ്റിൻ്റെ കീഴിലുള്ള വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമുക്ക് അവിടെ നമ്പർ കിട്ടും. അവിടെ ഈ പാക്കേജും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ആ നമ്പറിലേക്ക് ആദ്യം വിളിച്ച് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാം. എന്നാണ് നിങ്ങൾക്ക് അവിടെ ഫ്രീ ആകുന്നുള്ളത് അത് ബുക്ക് ചെയ്യുക ഫസ്റ്റ് തിങ്. അതിനുശേഷം ആ ദിവസം വരുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു. ഏകദേശം ഞാൻ ഈ ഇടിമുഴങ്ങാൻ നൈറ്റ്സ് എന്ന് പറയുന്ന ഈ പാക്കേജിൽ ഏകദേശം 8 പേർക്ക് മാത്രമേ പോകാൻ കഴിയൂ. കാരണം ബോട്ടിലാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകേണ്ടത്. നമ്മൾ തെന്മല ഡാമുണ്ടല്ലോ, ഈ ഡാം ക്രോസ് ചെയ്ത് അടുത്ത അപ്പുറത്തൊരു ഏരിയയിലാണ്, ഒരു ഐലൻഡ് പോലെ സ്ഥലത്ത്, ഐലൻഡ് അല്ലെന്ന് പറയാൻ പാടില്ല, അപ്പുറത്തെ കാടിൻ്റെ ഭാഗത്താണ് ഈ ഇടിമുഴങ്ങാൻ നൈറ്റ്സ് എന്ന പാക്കേജ് ഉള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് 8 പേർക്കേ പോകാൻ പറ്റൂ. ഈ ബോട്ടിൽ നമ്മൾ 8 പേർ കൂടാതെ അവിടെ നമ്മുടെ കൂടെ ഒരു കുക്കുണ്ടാവും, പിന്നെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും 8 പേരെ മാത്രമേ അവർ അലർട്ട് ചെയ്യുള്ളൂ. ഈ ബോട്ടിലും അങ്ങനെ ഒരു സ്പീഡ് ബോട്ടാണത്, അങ്ങനെ അലർട്ട് ചെയ്യുള്ളൂ. ഈ പാക്കേജിന് മാത്രമേ ആ പ്രശ്നമുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്കത് കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അവരെ ചോദിക്കാം അവിടെ. ഫസ്റ്റ് തിങ്, ഈ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഈ വീഡിയോ മുഴുവൻ കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചെയ്യണമോ വേണ്ടെന്നുള്ളത്, ഫാമിലിയെ കൊണ്ടുപോകണോ വേണ്ടെന്നുള്ളത് ഈ വീഡിയോ മുഴുവൻ കണ്ടു തീർക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിക്കോഷൻ വേണ്ടത്. ഇടിമുഴങ്ങാൻ നൈറ്റ്സ് എന്ന പാക്കേജ് നോർമലി നിങ്ങളത് വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കിട്ടത്തില്ല. എന്തായാലും അതിനുള്ള ലിങ്ക്, ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുകൂടാതെ ഈ സ്ക്രീനിൽ ഇപ്പം നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പാക്കേജിൽ ആ ഒരു പിക്ചർ, അതായത് അതിനകത്ത് നമുക്ക് ആ പടവും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അവർ. അതിനകത്ത് എത്ര പേരാണ് വരേണ്ടത്, എത്ര പേർക്കാണ് പോകാൻ കഴിയുക, എത്ര രൂപയാകും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ പാക്കേജിൽ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യം എക്കോ ടൂറിസത്തിൻ്റെ, അതായത് നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഓഫീസിൽ നമ്മൾ എത്തുന്നു. നമ്മളെ പേരും വിലാസവും എല്ലാം കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ കാശ് അടയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുന്നു, ഓഫീസിൽ ചെല്ലുന്നു, കാശെല്ലാം അടച്ചതിന് ശേഷം നിങ്ങൾ ആ 8 പേരുടെ ID കാർഡെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവരെന്താ ചെയ്യുകയെന്ന് പറയുന്നത്, അവരെ നമ്മൾ ജീപ്പിൽ നമ്മൾ നേരെ ഇവിടെ കടവെന്ന് പറയുന്നത് നമ്മൾ ഈ ഡാമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, ഡാമിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നമ്മളൊരു ബോട്ടിലേക്ക് കയറ്റുന്നു എല്ലാവരെയും. ലൈഫ് ജാക്കറ്റ് എല്ലാം ഉണ്ടാവും, സേഫാണ്, അതൊന്നും പ്രശ്നമില്ല. അതിനുശേഷം ആ ലൈഫ് ജാക്കറ്റെല്ലാം ഇട്ട് നമ്മൾ ആ ബോട്ടിൽ കയറിയതിന് ശേഷം ഒരു യാത്രയാണ്, ആ സ്ഥലത്തേക്ക് ഒരു യാത്രയാണ്. പക്ഷേ അത് ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് പറയാവുന്നത് ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്, കുറച്ച് അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫാമിലിയെ കൊണ്ടുപോകണോ, ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ മുഴുവൻ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ബോട്ട് സഞ്ചരിച്ച്, ഡാമിലൂടെ സഞ്ചരിച്ച്, നല്ല സ്പീഡ് ബോട്ടാണത്, നല്ല രസമാണത്, സഞ്ചരിച്ച് നേരെ ഡാമിൻ്റെ ഈ ഇടിമുഴങ്ങാൻ നൈറ്റ്സ് എന്ന പാക്കേജിൻ്റെ സ്ഥലത്തെത്തും. അവിടെ ചെന്നിട്ട് ഇവർ ആദ്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് റിഫ്രഷ് ആവുമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യം ബാഗെല്ലാം കൊണ്ട് വയ്ക്കുന്നു. 2 റൂമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ പാക്കേജിനെല്ലാം 2 റൂമാണുള്ളത്. രണ്ടും ഈ നമ്മുടെ എന്താ പറയണ്ട, ഈ അവർ ഷീറ്റിട്ട് കെട്ടിയ ഒരു റൂമുകളാണ്. നല്ല റൂമാണ്, നല്ല സൗകര്യമുണ്ട്, നല്ല വീതിയും ഇതൊക്കെ ഉള്ള നല്ല റൂമാണ്. നമ്മളവിടെ കൊണ്ടുപോയി ഈ ബാഗെല്ലാം വെച്ചു, നമ്മൾ റെഡിയായി. നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും അവർ നമ്മളെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകും. ഈ ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുക എന്ന് പറയുന്നത് ശരിയാണ്, നല്ല രസമാണ്, അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഈ പാക്കേജിൽ വരുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു നാച്ചുറലി ഫോം ചെയ്ത സ്വിമ്മിംഗ് പൂളാണ്. നാച്ചുറലി വെള്ളം വീണ് ആ ഏരിയയിൽ ഒരു കുഴി ഫോമായി അങ്ങനെ ഉണ്ടായ ഒരു പൂളാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റായിട്ട് പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അതൊന്ന്.
അതിനുശേഷം അവിടെ എല്ലാം നമ്മളെല്ലാം കുളിച്ചു, നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ അവിടെ ഗാർഡ് വരും കേട്ടോ, നമ്മളവിടെ ഗാർഡ് വരും, ഗാർഡ് നമ്മളവിടെ താഴെ ഉണ്ടാവും. നമ്മളെല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് വരുന്നു. റൂമിലെല്ലാം വന്ന് നമ്മൾ അവിടെ നിന്ന് റൂമിലെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി മുഴുവൻ അവിടെ സ്റ്റേ. അവിടെ അന്ന് അവിടെ തന്നെയാണ് നമുക്ക് ഇതുള്ളത്, ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യും. ക്യാമ്പ് ഫയർ ഉണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നോൺ വെജ് എന്തെങ്കിലും വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ അവർ പാക്കേജിൽ നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാവുന്ന, അതൊന്നും അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല, കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ പോയി അന്ന് അവിടെ രാത്രി മുതൽ എൻജോയ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇവർ നമ്മളെ വിളിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും. പോയി നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകും. കാടിനകത്തൂടെ കുറച്ച് ദൂരം ട്രക്കിങ്ങിന് കൊണ്ടുപോയി തിരിച്ച് നേരെ ഇവിടെ വരുന്നു. രാവിലത്തെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഒരു 12:30 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നു, തിരിച്ച് നേരെ വീട്ടിൽ വരുന്നു. ഇതാണ് പാക്കേജ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട സ്ഥലമാണ്. സേഫ്റ്റി ട്രക്ക് എന്ന ചാനലിൽ നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും സേഫ്റ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് സേഫ്റ്റി എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇടിമുഴങ്ങൻ നൈറ്റ്സ് എന്ന പാക്കേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാക്കേജിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് ഒരിക്കലും സഞ്ചരിക്കാതിരിക്കുക. കാരണം കാടാണ്. നമ്മൾ പോയി സ്റ്റേ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ടെൻ്റ് എന്ന സ്ഥലത്ത് കിടങ്ങൊക്കെ ഉണ്ട്, അവിടെ ചുറ്റും കുഴിച്ചിട്ട് അവിടെ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അത് താണ്ടി നമ്മൾ കാട്ടിലൊക്കെ ഇറങ്ങി ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ, മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വിഷയമാണോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡിൻ്റെയും അവിടുത്തെ ആ സ്റ്റാഫിൻ്റെയും അവരെ അറിയിക്കാതെ നിങ്ങൾ ദയവ് ചെയ്ത് സഞ്ചരിക്കാതിരിക്കുക. ഇതാണ് പ്രിക്കോഷനിൽ ഒന്ന്. മൊബൈൽ 100% കട്ടാണ്, ഒരു റേഞ്ചും കിട്ടത്തില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. ഒരുപക്ഷെ നമുക്ക് ഈ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് ഭയങ്കര ഫ്രീ ആയിരിക്കും നമ്മുടെ മൈൻഡ്. നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മളുടെ ചുറ്റുപാടത്തുള്ള കാടും ആ പരിസരവും എല്ലാം കണ്ടു സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസമാണത്. ഞാൻ പറഞ്ഞാൽ അത് നിൽക്കണമെന്നാണ്, നമുക്കത് നമ്മളെ എക്സ്പീരിയൻസ് ആണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ആ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന സ്പോട്ടിൽ അവിടെ ഒരു സ്ഥലത്ത് റേഞ്ച് ഉണ്ടാവും. ആ സമയം നമുക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം. BSNL മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരം, ഞാൻ വിചാരിക്കുന്നത്. ആനിമൽസ് ഇല്ല എന്ന് പറഞ്ഞാലും ഉൾക്കാടിനകത്ത് ആണ് താമസിക്കുന്നത്. നമ്മൾ ഒരു ഡാമിൻ്റെ ഡാം ഇവിടെയാണെങ്കിൽ ഡാമിൻ്റെ ആ ഒരു കരഭാഗത്താണ് ഈ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്കിൽ, വീടല്ല അത് ടെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിലും അവരുടെ നിർദ്ദേശം ഇല്ലാതെ യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻറ്റ് വിട്ടു പോകരുത്. ഇതാണ് പ്രധാനപ്പെട്ട ആ ഒരു ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഇടിമുഴങ്ങൻ നൈറ്റ്സ് എന്ന പാക്കേജിൽ നിങ്ങൾ പോകണം, എൻജോയ് ചെയ്യണം. നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കമൻറ്റായിട്ട് ഇടുക കേട്ടോ. ഇതിന് മുമ്പ് ആർക്കെങ്കിലും പോയിട്ടുള്ള അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക.